ഗുഡ് മോർണിംഗ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സിന്തറ്റിക് ആൻഡ് നാച്ചുറൽ റബ്ബേഴ്സ് ആയിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പം അതിൽ സിന്തറ്റിക് റബ്ബറിൻ്റെ കണ്ടിന്യൂഷനാണ് ഇപ്പോൾ പറയുന്നത്. അപ്പം സിന്തറ്റിക് റബ്ബർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആർട്ടിഫിഷ്യലി നമ്മളുടെ റിക്വയർമെൻറ്റിന് ഉണ്ടാക്കിയെടുക്കുന്ന റബ്ബേഴ്സിനാണ് നമ്മൾ സിന്തറ്റിക് റബ്ബർ എന്ന് പറയാം. അപ്പോൾ ഇതൊരു ആർട്ടിഫിഷ്യൽ ഇലസ്ട്രോമറാണ്. ഇലസ്ട്രോമർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമുക്ക് എത്ര സ്ട്രെസ്സ് കൊടുത്ത് അതിനെ ഡീഫോം ചെയ്ത് കഴിഞ്ഞാലും അതിന് തിരിച്ച് അതിൻ്റെ പഴയ ഫോമിലോട്ട് തന്നെ തിരിച്ചു വരാൻ പറ്റും. ഓക്കെ, അതിനാണ് നമ്മൾ എലസ്ട്രോമർ എന്ന് പറയുക. അപ്പം ഈ ഒരു സിന്തറ്റിക് റബ്ബറിന് നമ്മൾ ആർട്ടിഫിഷ്യൽ എലസ്ട്രോമർ എന്ന് വിളിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ എപ്പോഴും ഈ സിന്തറ്റിക് റബ്ബർ ക്രിയേറ്റ് ചെയ്യുന്നത് പെട്രോളിയം ബൈ പ്രൊഡക്ട്സ് എന്നായിരിക്കും. ഓക്കെ, പെട്രോളിയം ബൈ പ്രൊഡക്ട്സ് എന്നായിരിക്കും നമുക്ക് ഈ സിന്തറ്റിക് റബ്ബർ കിട്ടുന്നത്. ആൻഡ് ഇതിൻ്റെ എക്സാമ്പിൾ എന്ന് പറയുമ്പോൾ നിയോപ്രിൻ ഉണ്ട്, ബ്യൂണ റബ്ബേഴ്സ്, ബ്യൂട്ടൈൽ റബ്ബർ, സിലിക്കൺ റബ്ബറൊക്കെയാണ് കുറേ എക്സാമ്പിൾസ് വരുന്നുണ്ട്. എക്സാമ്പിളായിട്ട് നമ്മൾ കാര്യമായിട്ട് പറയുന്നത് സിലിക്കൺ റബ്ബറിനെ കുറിച്ചാണ് നമ്മൾ കാര്യമായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ എക്സാമ്പിൾസ് ഓഫ് സിന്തറ്റിക് റബ്ബേഴ്സ് എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തൊക്കെ എഴുതാം? നിയോപ്രിൻ എഴുതാം, ബ്യൂണ റബ്ബർ എഴുതാം, ബ്യൂട്ടൈൽ റബ്ബർ എഴുതാം, സിലിക്കൺ റബ്ബർ എഴുതാം. 4 എക്സാമ്പിളായിട്ട് എഴുതാം. ഓക്കെ, അതിൽ സിലിക്കൺ റബ്ബർ എന്ന് പറയുന്നത് is an elastomer composed of silicon containing silicon together with carbon, hydrogen and oxygen. ഓക്കെ, ഇതിൽ സിലിക്കണിൻ്റെ എലമെൻറ്റും ഉണ്ടാകും, അതിൻ്റെ കൂടെ തന്നെ കാർബൺ ഉണ്ടാകും, ഓക്സിജൻ ഉണ്ടാകും, ഹൈഡ്രജൻ ഉണ്ടാകും. ഓക്കെ, അപ്പം ഇതും ഒരു കൈൻഡ് ഓഫ് പോളിമർ തന്നെയാണ്. സിലിക്കൺ ആയിരിക്കും അതിൽ മെയിനായിട്ട് മോണോമർ ആയിട്ട് വരുന്നത്. അതിൻ്റെ കൂടെ കുറച്ച് ഓർഗാനിക് കോമ്പൗണ്ട്സും കൂടി ആഡ് ആവുന്നുള്ളൂ. ഓക്കെ, ഫോർ മെഡിക്കൽ ആപ്ലിക്കേഷൻ മോസ്റ്റ് വൈഡ്ലി യൂസ്ഡ് പോളിമർ എന്ന് പറയുന്നത് പോളി ഡൈമീഥൈൽ സിലോക്സൈൻ എന്ന് പറയുന്ന സിലിക്കൺ റബ്ബറിൽ തന്നെ വരുന്ന ഒരു കാറ്റഗറിയാണ് ഈ പോളി ഡൈമീഥൈൽ സിലോക്സൈൻ. അപ്പം ഏറ്റവും കൂടുതൽ മെഡിക്കൽ ആപ്ലിക്കേഷൻസിൽ നമ്മൾ യൂസ് ചെയ്യുന്ന സിലിക്കൺ റബ്ബർ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പോളി ഡൈമീഥൈൽ സിലോക്സൈൻ ആണെന്ന് പറയാം. ഓക്കെ, മീഡിയം ആൻഡ് ഹാർഡ് ഗ്രേഡ് ആർ മെയ്ഡ് ഫ്രം ഡൈമീഥൈൽ സിലോക്സൈൻ കോപോളമറൈസ്ഡ് വിത്ത് സ്മോൾ എമൗണ്ട് ഓഫ് മീഥൈൽ വിനോദ് സിലോക്സൈൻ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഒരുപാട് ഗ്രേഡുകളുണ്ട്. ഓക്കെ, നമുക്ക് ഹൈ സ്ട്രെങ്ത് ആണെങ്കിൽ കുറച്ചുകൂടി ഹൈ ഗ്രേഡ് വേണ്ടി വരും. ആപ്ലിക്കേഷൻ അനുസരിച്ച് ഡിഫറെൻറ്റ് ഗ്രേഡ്സിലാണ് നമ്മൾ ഇറക്കുന്നത്. ഓക്കെ, അപ്പം ഗ്രേഡിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യണം? കോപോളിമറൈസ് എന്ന് പറയുന്ന റിയാക്ഷൻ കൂടി ചെയ്യണം. അപ്പോൾ അതിൽ കോപോളിമറൈസ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ വൺസ് പോളിമറൈസേഷൻ ചെയ്ത് കഴിഞ്ഞാൽ അതിലേക്ക് ഒരു സ്മോൾ എമൗണ്ട് ഓഫ് മെത്തൽ വിനൈൽ സിലോക്സൈനും കൂടി ആഡ് ചെയ്തിട്ടാണ് നമ്മൾ അതിൻ്റെ ഡിഫറെൻറ്റ് ഗ്രേഡിലോട്ട് നമ്മൾ തിരിക്കുന്നത്. ഓക്കെ, അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. ഇപ്പം ജസ്റ്റ് ഇങ്ങനെ മനസ്സിലാക്കാം. അപ്പം ഈ സിലിക്കൺ റബ്ബറിൻ്റെ ആപ്ലിക്കേഷൻ എന്ന് പറയുമ്പോൾ ഇതിന് അത്യാവശ്യം നല്ല രീതിയിൽ ബ്ലഡ് കോമ്പാറ്റബിലിറ്റി ഉണ്ട്. ബിക്കോസ് ഓഫ് ഇറ്റ്സ് സുപ്പീരിയർ ബ്ലഡ് കോമ്പാറ്റബിലിറ്റി ഇറ്റ് ഈസ് എക്സ്റ്റെൻസീവ്ലി യൂസ്ഡ് ഫോർ കാർഡിയോവാസ്കുലർ ആപ്ലിക്കേഷൻ. അപ്പോൾ കാർഡിയോവാസ്കുലർ എന്ന് പറയുമ്പോൾ നമ്മൾ ഹാർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഹാർട്ടിൽ നിന്ന് ബ്ലഡ് പമ്പ് ചെയ്യുന്നതുമായി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് കൂടുതലായിട്ട് നമ്മൾ സിലിക്കൺ റബ്ബർ യൂസ് ചെയ്യുന്നത്. അതായത് കത്തീറ്റർ ആയിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും സ്റ്റെൻറ്റ് ആയിരിക്കാം, അതൊക്കെ ആയിട്ട് നമ്മൾ ഈ ഒരു സിലിക്കൺ റബ്ബർ യൂസ് ചെയ്യുന്നുണ്ട്. കത്തീറ്റർ മെയ്ഡ് ഫ്രം സിലിക്കൺ റബ്ബർ ആർ പ്രിഫേർഡ് ഫോർ ലോങ് ടേം പാരൻ്റൽ ന്യൂട്രീഷൻ. ഓക്കെ, അപ്പോൾ നമ്മൾ ഒരുപാട് ലോങ് ടേം ആയിട്ട് നമുക്ക് ചിലപ്പം എന്തെങ്കിലും കൈൻഡ് ഓഫ് ന്യൂട്രീഷ്യസിൻ്റെ കുറവുള്ളവർക്കൊക്കെ ന്യൂട്രീഷൻ കുത്തിവെക്കുക, വിറ്റാമിൻ പ്രോട്ടീൻസ് ഒക്കെ കുത്തിവെക്കുന്നവരുണ്ട്. അപ്പോൾ അങ്ങനത്തെ കേസിലൊക്കെ ഇപ്പോൾ പ്രഗ്നൻ്റ് ആയിട്ടുള്ള ലേഡീസിന് എന്തെങ്കിലും ഫ്ലൂയിഡ് കുറവ് വരുന്ന സമയത്ത് നമ്മൾ ഫ്ലൂയിഡ് എക്സ്റ്റേണൽ ആയിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം ആ ഫ്ലൂയിഡ് കൊടുക്കുന്ന കത്തീറ്റർ എന്നൊക്കെ പറയുമ്പോൾ ലോങ് ടേം ആയിട്ട് കുറച്ച് നേരത്തേക്ക് ബോഡിയിൽ വെക്കേണ്ടതാണ്. അപ്പോൾ അങ്ങനത്തെ കത്തീറ്ററൊക്കെ നമ്മൾ എന്ത് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്? ഈ സിലിക്കൺ റബ്ബർ വെച്ചിട്ടായിരിക്കും ഉണ്ടാക്കുന്നത്. ഓക്കെ, ആൻഡ് കത്തീറ്റേഴ്സ് മെയ്ഡ് ഫ്രം അതർ മെറ്റീരിയൽസ് സച്ച് ആസ് PVC. ഇപ്പോൾ ഞാൻ കഴിഞ്ഞ പോളിമേഴ്സൊക്കെ എടുക്കുന്ന സമയത്ത് ഒരുപാട് എക്സാമ്പിൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. കത്തീറ്റർ യൂസ് ചെയ്യാൻ ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. PVC ആയിട്ടും അക്രലിക് ആയിട്ടും ടെഫ്ലോൺ പറഞ്ഞിട്ടില്ല. PVC ടെഫ്ലോൺ ആണ് കൂടുതലായിട്ട് നമ്മൾ കത്തീറ്ററിന് യൂസ് ചെയ്യുക. അപ്പം ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുമ്പോൾ കമ്പയർഡ് ടു സിലിക്കൺ റബ്ബർ ഇത് നമ്മളുടെ ബോഡിയിൽ സ്റ്റിഫായിട്ട് ഇരിക്കില്ല. സ്റ്റിഫായി ഇരിക്കില്ല മാത്രമല്ല, കുറച്ച് കഴിഞ്ഞാൽ ടിഷ്യൂസിന് ഇറിറ്റേഷൻസ് കൊടുക്കാൻ തുടങ്ങും. ഓക്കെ, പിന്നെ ഇതിൻ്റെ ഒരു ആപ്ലിക്കേഷൻ എന്ന് പറയുമ്പോൾ നമ്മളുടെ കാർപ്പൽ ബോൺ എന്ന് പറയുന്നത് നമ്മളുടെ കൈയിൻ്റെ, അതായത് കൈയിൻ്റെ നമുക്ക് 5 വിരലുകളല്ലേ ഉള്ളത്. അപ്പോൾ ആ 5 ബോൺ പോകുന്ന ഒരു ജംഗ്ഷൻ ഉണ്ട് കൈയിൻ്റെ ഈ ഒരു റിസ്റ്റിൻ്റെ താഴെയായിട്ട്. അതിനെയാണ് നമ്മൾ കാർപ്പൽ ബോൺസ് എന്ന് പറയാം. അപ്പോൾ അതിനകത്ത് പൊട്ടലൊക്കെ വന്നു കഴിഞ്ഞാൽ അത് മാറ്റിവെക്കാൻ, ടോ ബോൺസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ടോ നമ്മളുടെ കാലിൻ്റെ ഭാഗത്തേക്കുള്ള ബോൺസിൻ്റെ പൊട്ടൽ വന്നു കഴിഞ്ഞാൽ അത് മാറ്റിവെക്കാനൊക്കെ യൂസ് ചെയ്യാറുണ്ട്. പിന്നെ ബ്രസ്റ്റ് ഓഗ്മെൻറ്റേഷന് യൂസ് ചെയ്യുന്നുണ്ട്. മാക്സിലോ ഫേഷ്യൽ സർജറി, മുഖത്തുള്ള എന്തെങ്കിലും നേസൽ ലൈൻസോ അല്ലെങ്കിൽ നമ്മുടെ ജോയോ ചിന്നിൻ്റെ വലുപ്പം കൂട്ടാനോ അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ നമ്മൾ സിലിക്കൺ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ യൂറേറ്റർ കത്തീറ്റേഴ്സ് ആയിട്ട് ഈ യൂറിനറി ബ്ലാഡർ കംപ്ലയിൻറ്റ് വരുമ്പോൾ അല്ലെങ്കിൽ യൂറിനറി ബ്ലാഡറിൻ്റെ സർജറി
യൂറിനറി ബ്ലാഡറിൽ പഴുപ്പ് വരിക, അങ്ങനത്തെ കേസിലൊക്കെ യുറേത്രൽ കത്തീറ്റേഴ്സ് ആയിട്ട് നമുക്ക് ആവശ്യം വരും. അതായത് അതൊന്ന് യൂറിൻ പുറത്തേക്ക് കളയാനുള്ള മെക്കാനിസത്തിന് നമുക്ക് എന്ത് വേണം, ഒരു കത്തീറ്റർ വേണം. അപ്പോൾ അതിന് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നുണ്ട്, സിലിക്കൺ റബ്ബറിൻ്റെ കത്തീറ്റേഴ്സാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ കാർപ്പൽ ബോൺ ഇതാണ്. ഈ 4-5 വിരലുകൾ പോകുന്ന ആ ഒരു ജംഗ്ഷനെയാണ് നമ്മൾ കാർപ്പൽ ബോൺ എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഞാൻ നേരത്തെ ചിൻ ഓഗ്മെൻറ്റേഷൻ പറഞ്ഞിരുന്നു. അപ്പോൾ ഈ ഒരു ഫോട്ടോ നോക്കുക, ഇയാളുടെ ബിഫോർ ഫോട്ടോ ആണ്. ഇയാളുടെ ചിന്ന് കുറച്ച് അത്ര പോയിൻറ്റഡ് അല്ല, കഴുത്തിൻ്റെ അവിടെ നിന്ന് ഡയറക്റ്റായിട്ട് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്നുള്ളൂ. അപ്പോൾ അത് നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു ഭാഗം നമുക്ക് സർജറി ചെയ്തിട്ട് അവിടെ നമുക്ക് എന്ത് ചെയ്യാം, ഒരു സിലിക്കൺ റബ്ബറിൻ്റെ നല്ലൊരു ഫ്ലാറ്റ് സ്ട്രക്ചർ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് എന്ത് വരും, ഇയാളുടെ ഈ ചിഹ്നം നല്ല ഷേപ്പിൽ നിൽക്കുന്നുണ്ടല്ലേ. അപ്പോൾ അവിടെ ഒരു ഓഗ്മെൻറ്റേഷൻ പാർട്ട് അവിടെ കൊടുത്തതുകൊണ്ടാണ് ആ ഷേപ്പ് കിട്ടിയത്. ഓക്കെ, പിന്നെ വരുന്നതാണ് കത്തീറ്ററായിട്ട് യൂസ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഇതൊരു യുറേത്രൽ കത്തീറ്ററാണ്. ഇത് സിലിക്കൺ റബ്ബർ വെച്ച് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു കൈൻഡ് ഓഫ് യുറേത്രൽ കത്തീറ്ററാണ്. ഓക്കെ, അപ്പം ഇത്രയാണ് സിലിക്കൺ റബ്ബർ വരുന്നത് സിന്തറ്റിക് റബ്ബറിൻ്റെ അണ്ടറിലായിട്ടാണ്. സിലിക്കൺ റബ്ബർ എന്താണ്, എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, അതുപോലെ ആപ്ലിക്കേഷൻസ് ആണ് കാര്യമായിട്ട് ചോദിച്ചു കണ്ടിട്ടുള്ളത്. ഓക്കെ, നെക്സ്റ്റ് വരുന്നതാണ് ബയോഡിഗ്രേഡബിൾ പോളിമേഴ്സ്. അപ്പോൾ ബയോഡിഗ്രേഡബിൾ എന്ന് പറയുന്ന വാക്ക് തന്നെ നമുക്കറിയാം, അത് കുറച്ച് കഴിഞ്ഞാൽ ഈ ഒരു പോളിമർ കുറച്ച് കഴിഞ്ഞാൽ ഡീകമ്പോസ് ചെയ്ത് പോയിക്കോളും. ഓക്കെ, അതായത് ഇപ്പോൾ നമ്മൾ ഒരുപാട് കാണുന്നുണ്ട് ബയോഡിഗ്രേഡബിൾ ആയിട്ടുള്ള കവർ, പ്ലാസ്റ്റിക് കവറുകളൊക്കെ. പണ്ടത്തെ പ്ലാസ്റ്റിക് കവറിന് പകരം ഇപ്പോൾ നമുക്ക് ഡീഗ്രേഡബിൾ ആയിട്ടുള്ള കവർ കിട്ടുന്നുണ്ട്. ഓക്കെ, അത് കുറച്ച് കഴിഞ്ഞാൽ പ്രകൃതിക്ക് പ്രത്യേകിച്ച് നാശങ്ങളൊന്നും ഇല്ലാതെ ഡീകമ്പോസ് ചെയ്ത് പോകാൻ ക്യാപ്പബിൾ ആയ കാര്യങ്ങളെയാണ് നമ്മൾ ബയോഡിഗ്രേഡബിൾ എന്ന് പറയുന്നത്. അതായത് പ്രകൃതിയിലുള്ള നേച്ചറിൽ തന്നെയുള്ള മൈക്രോ ഓർഗാനിസത്തിന് ഈ ഒരു പോളിമേഴ്സിനെ ഡീകമ്പോസ് ചെയ്യാൻ പറ്റും. അതായത് ചെറിയ ചെറിയ മോളിക്യൂളായിട്ട് മാറ്റാൻ പറ്റും. അതിനാണ് നമ്മൾ ബയോഡിഗ്രേഡബിൾ എന്ന് പറയാം. അപ്പോൾ ബയോഡിഗ്രേഡബിൾ പോളിമേഴ്സ്. ഓക്കെ, ബയോഡിഗ്രേഡബിൾ പോളിമേഴ്സ് എന്ന് പറയുന്നത് സ്പെഷ്യൽ ക്ലാസ് ഓഫ് പോളിമർ ദാറ്റ് ബ്രേക്ക് ഡൗൺ ആഫ്റ്റർ ഇറ്റ് ഇൻറ്റൻഡഡ് പർപ്പസ് ബൈ ബാക്ടീരിയൽ ഡീകമ്പോസിഷൻ പ്രോസസ് ടു റിസൾട്ട് ഇൻ നാച്ചുറൽ ബൈ പ്രൊഡക്ട്സ് സച്ച് ആസ് ഗ്യാസസ്, വാട്ടർ, ബയോമാസ് ആൻഡ് ഇനോർഗാനിക് സോൾട്ട്. ഓക്കെ, അപ്പം ഇതെന്ന് പറയുന്നത് നമ്മളുടെ ഇൻറ്റൻഡഡ് ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ കഴിഞ്ഞതിന് ശേഷം ഇത് ഡീകമ്പോസ് ചെയ്ത് പോകും. ഡീകമ്പോസ് ചെയ്യുന്നത് വിത്ത് ഹെൽപ്പ് ഓഫ് മൈക്രോ ബാക്ടീരിയൽ അല്ലെങ്കിൽ മൈക്രോ ഓർഗാനിസത്തിൻ്റെ ഹെൽപ്പോട് കൂടി ഡീകമ്പോസ് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. ആൻഡ് നമുക്ക് ഡീകമ്പോസ് ചെയ്ത് പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ ബൈ പ്രൊഡക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടുന്ന, ഡീകമ്പോസിന് ശേഷം നമുക്ക് കിട്ടുന്ന എന്തൊക്കെയായിരിക്കും, ഗ്യാസുകൾ കിട്ടും. അതായത് CO2, N2 ഒക്കെ പോലത്തെ ഗ്യാസുകൾ, വാട്ടർ ഉണ്ടാകും, ബയോമാസ്, ഇനോർഗാനിക് സോൾട്ട്, ഇതൊക്കെ ആയിരിക്കും ഇതിൻ്റെ ബൈ പ്രൊഡക്റ്റ് ആയിട്ട് നമുക്ക് വരുന്നത്. These polymers are found both naturally and synthetically made and are largely consist of ester, amide and other ഫങ്ഷണൽ ഗ്രൂപ്പ്. അപ്പം ഈ ഒരു പോളിമർ നാച്ചുറലി ഉണ്ടാവുന്നതുണ്ട്, അതുപോലെ തന്നെ സിന്തറ്റിക്കലി ഉണ്ട്. ഇതിൽ മെയിനായിട്ട് ഉണ്ടാവുന്നത് എസ്റ്റർ, അമൈഡ് അതുപോലത്തെ ഫങ്ഷണൽ ഗ്രൂപ്പ്സ് ആയിരിക്കും കൂടുതലായിട്ട് വരുന്നത്. അതിൻ്റെ ഒരു മോണോമർ സ്റ്റൈലിലായിരിക്കും നമ്മളുടെ ഈ ഒരു ബയോഡിഗ്രേഡബിൾ പോളിമർ ഉണ്ടാക്കുന്നത്. ആൻഡ് ദെയർ പ്രോപ്പർട്ടീസ് ആൻഡ് ബ്രേക്ക് ഡൗൺ മെക്കാനിസം ആർ ഡിറ്റർമൈൻഡ് ബൈ ദർ എക്സാക്ട് സ്ട്രക്ചർ. ഓക്കെ, അപ്പം ഇത് എത്രത്തോളം ഡീകമ്പോസ് ചെയ്യുന്നു എന്നുള്ളത് അതിനകത്തുള്ള മെറ്റീരിയലിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ക്ലാസിഫിക്കേഷൻ ഓഫ് ബയോഡിഗ്രേഡബിൾ പോളിമേഴ്സ് മെയിനായിട്ട് ഒരുപാട് ക്ലാസിഫിക്കേഷൻ ഉണ്ട്. അതിൽ ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ നാച്ചുറൽ പോളിമേഴ്സ് ഉണ്ട്, സിന്തറ്റിക് പോളിമേഴ്സ് ഉണ്ട്, മോഡിഫൈഡ് നാച്ചുറൽ പോളിമേഴ്സ്. അപ്പോൾ നാച്ചുറൽ പോളിമേഴ്സ് എന്ന് പറയുമ്പോൾ പ്രകൃതിയിൽ തന്നെ ഉണ്ടാകുന്ന ടൈപ്പ് ഓഫ് ബയോഡിഗ്രേഡബിൾ പോളിമേഴ്സ് ആയിരിക്കും. സിന്തറ്റിക് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നതായിരിക്കും. പിന്നെ നമുക്ക് നാച്ചുറൽ പോളിമറിനെ തന്നെ കുറച്ചും കൂടി മോഡിഫൈ ചെയ്ത് എടുക്കാൻ പറ്റും. ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ സിന്തസിസ് എന്ന് പറയുമ്പം നമുക്ക് ആഗ്രോ, അതായത് ഈ ഒരു ബയോഡിഗ്രേഡബിൾ പോളിമേഴ്സ് പല സോഴ്സിനകത്ത് നമുക്ക് എടുക്കാൻ പറ്റും. ഇപ്പം ആഗ്രോ റിസോഴ്സസ് ഉണ്ടാക്കാം, അതായത് നമ്മളുടെ ഈ പച്ചക്കറികളിൽ നിന്ന്, അതായത് ഈ പൊട്ടറ്റോ, സ്റ്റാർച്ച് അതുപോലത്തുള്ള ഇതിനകത്തുനിന്ന് നമുക്ക് ബയോഡിഗ്രേഡബിൾ പോളിമേഴ്സ് എടുക്കാൻ പറ്റും. പിന്നെ നമുക്ക് ചെറിയ ചെറിയ മൈക്രോ ഓർഗാനിസം, ബാക്ടീരിയ പോലത്തെ ചെറിയ മൈക്രോ ഓർഗാനിസത്തിനകത്തുനിന്ന് ഇത് ജനറേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ നമുക്ക് എന്ത് ചെയ്യാം, ടിഷ്യൂ എഞ്ചിനീയറിംഗ്, ബയോടെക്നോളജി ഒക്കെ യൂസ് ചെയ്ത് നമുക്ക് തന്നെ പ്രൊഡ്യൂസ് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ ഓയിൽ പ്രൊഡക്ട്സ്, അതായത് പെട്രോളിയം ബൈ പ്രൊഡക്ട്സിനകത്തുനിന്ന് ഒക്കെ നമുക്ക് ഈ ഒരു സംഭവം നമുക്ക് സിന്തസൈസ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ബയോഡിഗ്രേഡബിൾ പോളിമേഴ്സ് മെയിനായിട്ട് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് ആഗ്രോ പോളിമേഴ്സും അതുപോലെ ബയോ പോളിസ്റ്ററുമായിട്ടായിരിക്കും. ബയോ പോളിസ്റ്ററിൽ മെയിനായിട്ട് എസ്റ്റർ ഗ്രൂപ്പായിരിക്കും വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അത്ര ഡീറ്റെയിൽ ആയിട്ട് എസ്റ്റർ ഗ്രൂപ്പാണ് വരുന്നതെന്നൊന്നുമില്ല, ജസ്റ്റ് എന്താണ് ക്ലാസിഫിക്കേഷൻ എന്ന് മാത്രമേ പറയാനുള്ളൂ. അപ്പോൾ ആഗ്രോ പോളിമേഴ്സിൽ മെയിനായിട്ട് പോളിസാക്രൈഡും പ്രോട്ടീനും, അതായത് ഈ ഫുഡ് ഐറ്റംസ്, നമ്മളുടെ ഈ
ഫുഡ് ഐറ്റംസ് മാത്രമല്ല, ഈ റബ്ബർ ട്രീസ്, അതുപോലെ ഒരുപാട് സ്റ്റാർച്ച് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരുപാട് മരങ്ങളുണ്ട്, അതിനകത്തുനിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്നതുണ്ട്. പിന്നെ ബയോപോളിസ്റ്റർ എന്ന് പറയുന്നത് മൈക്രോ ഓർഗാനിസത്തിൻ്റെ വരുന്നുണ്ട്. അതുപോലെ തന്നെ സിന്തറ്റിക്കലി നമുക്ക് ക്രിയേറ്റ് ചെയ്ത് എടുക്കാനും പറ്റും. ഓക്കെ, ഇനി പ്രോപ്പർട്ടീസ് ആയിട്ട് പറയുമ്പോൾ ഈ ഒരു ബയോഡിഗ്രേഡബിൾ പോളിമേഴ്സ് എന്ന് പറയുന്നത് നോൺ ടോക്സിക് ആണ് ആൻഡ് ക്യാപ്പബിൾ ഓഫ് മെയിൻറ്റെയിനിങ് ഗുഡ് മെക്കാനിക്കൽ ഇൻറ്റഗ്രിറ്റി അൺടിൽ ഡീഗ്രേഡ്. ഓക്കെ, അത് ഡീഗ്രേഡ് ചെയ്ത് പോകുന്നത് വരെ അതിന് നല്ലൊരു മെക്കാനിക്കൽ ഇൻറ്റഗ്രിറ്റി അതിന് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതായത് നമുക്ക് എത്ര വെയിറ്റും വിയറും ടിയറും എല്ലാം അതിന് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. പക്ഷേ വൺസ് അതിൻ്റെ ഡീഗ്രേഡിങ് ഒരു ടൈം, ഇപ്പോൾ ഒരു ഇത്ര പീരീഡ് കഴിഞ്ഞാൽ എന്താവും, അത് ഡീഗ്രേഡ് ചെയ്ത് പോകും. ക്യാപ്പബിൾ ഓഫ് കൺട്രോൾ റേറ്റ് ഓഫ് ഡീഗ്രഡേഷൻ. അപ്പം ഈ ഡീഗ്രഡേഷൻ എന്ന് പറയുന്നത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഓക്കെ, അതായത് അതിൽ ആഡ് ചെയ്യുന്ന പ്രൊഡക്ട്സിനെ കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഇത് എപ്പോൾ ഡീഗ്രേഡ് ചെയ്യണം, എങ്ങനെ ഡീഗ്രേഡ് ചെയ്യണം എന്നുള്ളത് നമ്മുടെ കയ്യിൽ നമുക്ക് കൺട്രോൾ ചെയ്ത് വെക്കാൻ പറ്റുന്നതാണ്. The goal is not to elicit the immune response and the products of degradation also need not to be toxic. ഓക്കെ, അപ്പോൾ നമ്മൾ ബയോഡിഗ്രേഡബിൾ പോളിമർ ടോക്സിക് അല്ല എന്ന് പറഞ്ഞു. ഓക്കെ, വൺസ് നമ്മൾ മൈക്രോ ഓർഗാനിസം ഒക്കെ വെച്ച് ഇത് ഡീഗ്രേഡ് ചെയ്തു എന്ന് വിചാരിക്കാം. ഡീഗ്രേഡ് ചെയ്യുമ്പോൾ എന്തൊക്കെ ഉണ്ടാവുക, വാട്ടർ ഉണ്ടാവും, കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാവും, ഗ്യാസസ് ഉണ്ടാവും, ബയോമാസ് ഉണ്ടാവും. ഈ സാധനങ്ങളൊക്കെ എന്തായിരിക്കും, നമ്മളെ ബോഡിയിൽ തന്നെ കിടക്കുക ചെയ്യുക ഡീഗ്രേഡ് ചെയ്തിട്ട്. അപ്പം ഈ ഡീഗ്രേഡ് ചെയ്യപ്പെടുന്ന ഈ മോളിക്യൂൾസും മെറ്റീരിയൽസും എന്തായിരിക്കണം, അതും ടോക്സിക് ആകരുത്, ബോഡിക്ക് റിയാക്ഷൻസ് കൊടുക്കാൻ പാടില്ല. ഓക്കെ, ദീസ് ആർ ഇമ്പോർട്ടൻറ്റ് ആസ് ബയോഡിഗ്രേഡബിൾ പോളിമേഴ്സ് ആർ യൂസ്ഡ് ഫോർ ഡ്രഗ് ഡെലിവറി where it is critically to slow release the drug into the body over time instead of all at once that the pills is stable in the bottle until ready to be taken. ഓക്കെ, അപ്പം ഈ ഒരു കേസ്, അതായത് പെട്ടെന്ന് ഡീഗ്രേഡ് ചെയ്ത് പോകരുത്, അതുപോലെ തന്നെ ഡീഗ്രേഡ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പ്രൊഡക്ട്സ് ബോഡിക്ക് ഹാംഫുൾ ആവരുത് എന്നുള്ളത് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് ഡ്രഗ് ഡെലിവറിക്കാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ചില കേസിൽ നമുക്ക് ചില മരുന്നുകൾ നമ്മൾ ക്യാപ്സ്യൂളായിട്ട് കഴിക്കുന്നുണ്ട്, ടോണിക്കായിട്ട് കഴിക്കുന്നുണ്ട്, ബോഡിയിൽ ഉള്ളിലേക്ക് കൊടുക്കുന്നുണ്ട്. ചില മരുന്നുകൾ നമുക്ക് ടാർജറ്റായിട്ട്, അതായത് ഇപ്പോൾ ലിവറിലേക്ക് മാത്രമുള്ള ഒരു മരുന്ന് നമുക്ക് കഴിക്കണം. ഓക്കെ, അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യുക, അത് നമുക്ക് ഒരു സ്പെഷ്യലി ഒരു സിസ്റ്റം തന്നെ വേണം, ഒരു ഡ്രഗ് ഡെലിവറി സിസ്റ്റം വഴിയായിരിക്കും കൊടുക്കാം. അപ്പം ഈ ഡ്രഗ് ഒരു ബയോഡിഗ്രേഡബിൾ പോളിമറിൻ്റെ ഉള്ളിലേക്ക് ഒഴിച്ചിട്ട് നമ്മൾ ബോഡിയിലൂടെ നാവിഗേറ്റ് ചെയ്ത് ടാർജറ്റിൽ എത്തിയിട്ട് അവിടെ എത്തിയിട്ട് ഉടനെ തന്നെ അത് ഡീഗ്രേഡ് ചെയ്ത് പോകരുത്. ഡീഗ്രേഡ് ചെയ്ത് പോകുമ്പോഴായിരിക്കും ഇതിൻ്റെ ഉള്ളിലുള്ള മെഡിസിൻ ആ ലിവറിലോട്ട് എത്തുന്നത്. അത് പതിയെ ഡീഗ്രഡേഷൻ വളരെ കൺട്രോൾഡ് ആയിട്ട് വേണം അവിടെ ചെന്നിട്ട് ഡീഗ്രേഡ് ആയത് നിൽക്കാൻ. ഓക്കെ, അതായത് ഇപ്പോൾ നമ്മൾ ഒരു ബോട്ടിൽ, ഒരു ചെറിയൊരു ബോട്ടിൽ, ഒരു ബയോഡിഗ്രേഡബിൾ പോളിമർ കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ബോട്ടിലിൻ്റെ അകത്ത് നമ്മളൊരു മരുന്ന് ഒഴിച്ചു ആൻഡ് ആ ബോട്ടിൽ നമ്മൾ നാവിഗേറ്റ് ചെയ്ത് എവിടെ എത്തിച്ചു, ലിവറിൽ എത്തിച്ചിട്ട് ഉടനെ തന്നെ ആ ബോട്ടിൽ തുറന്നു പോയി അവിടെ മരുന്ന് സ്പ്രെഡ് ചെയ്യാൻ പാടില്ല. നേരെ മറിച്ച് എന്താക്കണം, അത് വളരെ കൺട്രോൾഡ് ആയിട്ട് ഈ മരുന്ന് ഇപ്പോൾ ഒരു 3-4 ദിവസം നിന്നാലൊക്കെ ചിലപ്പോൾ ആ ഒരു ഡിസീസ് പോവുള്ളൂ. അപ്പോൾ എന്ത് ചെയ്യണം, ഒരുപാട് സമയം കഴിഞ്ഞിട്ട് പതിയെ ഡീഗ്രേഡ് ചെയ്യും. ഡീഗ്രേഡ് ചെയ്ത അനുസരിച്ച് ഈ മരുന്ന് അവിടേക്ക് എത്തും ചെയ്യും. ഓക്കെ, the factors controlling the rate of degradation include person crystallinity, molecular weight and hydrophobicity. ഓക്കെ, അപ്പോൾ ഇത് എത്രത്തോളം ഡീഗ്രേഡ് ചെയ്തു എന്നുള്ളതിൻ്റെ ഈ നമ്മൾ യൂസ് ചെയ്യുന്ന പോളിമറിൻ്റെ ക്രിസ്റ്റലിറ്റി എത്രയുണ്ട്, വെയിറ്റ് എത്രയുണ്ട്, അതുപോലെ അത് വാട്ടർ വരുന്ന സമയത്ത് പെട്ടെന്ന് ഡീഗ്രേഡ് ചെയ്ത് പോകുമോ, pH ബാലൻസിന് റിയാക്ട് ചെയ്യുന്നതൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഡീഗ്രഡേഷൻ പറയുന്നത്. Degradation rate depends upon location in the body which influence the environment surrounding the polymer such as pH, enzyme concentration and amount of water and among others. These are rapidly decomposed. Okay, അപ്പോൾ ഈ മെറ്റീരിയൽ ഡിപ്പെൻഡ് ചെയ്യും, അതുപോലെ തന്നെ നമ്മളുടെ ബോഡിയുടെ സറൗണ്ടിങ്സിനെ ഡിപ്പെൻഡ് ചെയ്യും. ഇപ്പോൾ ബോഡീൻ്റെ സറൗണ്ടിങ്സിൽ ഭയങ്കര pHഉം എൻസൈം കോൺസെൻട്രേഷനും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്താവും, പെട്ടെന്ന് ഡീഗ്രേഡ് ചെയ്ത് പോകും. ഓക്കെ, in order for the biodegradable polymer to be used as therapeutic, it must meet the several criteria. Okay, അപ്പോൾ നമ്മൾ ഇനിയിപ്പം ഈ ബയോഡിഗ്രേഡബിൾ പോളിമർ നമുക്കൊരു ഡ്രഗ് ഡെലിവറിക്ക് വേണ്ടി നമുക്ക് യൂസ് ചെയ്യണം. അപ്പോൾ അങ്ങനെ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിന് കുറച്ച് ക്രൈറ്റീരിയാസ് ഉണ്ട്, അതൊക്കെ മീറ്റ് ചെയ്യണം. ഒന്നാമത്തെ കാര്യം എന്താ, നമ്മളിപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ്. നോൺ ടോക്സിക് ആയിരിക്കണം, ഫോറിൻ ബോഡി റെസ്പോൺസസ് ഉണ്ടാവാൻ പാടില്ല. The time it takes for the polymer to degrade is proportional to time required for therapy. അപ്പം ഒരു പോളിമർ ഡിഗ്രേഡ് ചെയ്ത് പോകുന്നത് ഇറ്റ് ഡിപ്പെൻസ് അപ്പോൺ ദ ടൈം ഫോർ ദ തെറാപ്പി. ആ മെഡിസിൻ വന്നു നമ്മളെ ബോഡി സുഖപ്പെടുന്നതിനനുസരിച്ചായിരിക്കണം ഈ ഒരു പോളിമർ ഡീഗ്രേഡ് ചെയ്യേണ്ടത്. അതായത് മെഡിസിൻ എത്തി ഉടനെ തന്നെ ഡീഗ്രേഡ് ചെയ്ത് പോയാൽ എന്താവും, അതിൻ്റെ ഒരു റിസൾട്ട് നമുക്ക് കിട്ടില്ല. അപ്പോൾ അത് രണ്ടും പ്രൊപ്പോർഷണൽ ആയിട്ട് വേണം പോകാൻ. The products resulting from biodegradation is
നോട്ട് സൈറ്റോടോക്സിക് ആൻഡ് ആർ റെഡിലി എലിമിനേറ്റഡ് ഫ്രം ദ ബോഡി. ഓക്കെ, നേരത്തെ പറഞ്ഞ കാര്യം തന്നെ, ബയോഡിഗ്രേഡ് ചെയ്ത് പോകുന്ന പ്രൊഡക്ട്സ് ഒരിക്കലും ടോക്സിക് ആവാൻ പാടില്ല. നമ്മളെ ബോഡീനകത്തുനിന്ന് നാച്ചുറലി വേയിൽ എലിമിനേറ്റ് ചെയ്ത് പോകാൻ സാധിക്കണം. ദ മെറ്റീരിയൽ മസ്റ്റ് ബി ഈസിലി പ്രോസസ്ഡ് ഇൻ ഓർഡർ ടു ടൈലർ ദ മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ദ റിക്വയർഡ് ടാസ്ക്. ഓക്കെ, നമ്മൾ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽ എന്ന് പറയുന്നത് അത്ര നല്ല രീതിയിൽ പ്രൊഡ്യൂസ് ചെയ്തതായിരിക്കണം, എന്നാലേ നമുക്ക് ആ റിക്വയർഡ് ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ആൻഡ് സ്റ്റെറിലൈസ് ചെയ്യാൻ പറ്റണം. ആൻഡ് ഒരു അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു 5 വർഷം, ഒരു 6 വർഷമായിട്ടുള്ള ഷെൽഫ് ലൈഫ്, അതായത് ബോഡിക്കുള്ളിലല്ല, അതിപ്പോൾ പുറത്ത് വാങ്ങിച്ചു വെച്ചാലും കുറച്ച് കാലം നിൽക്കണം. ഓക്കെ, അപ്പോൾ അത്രയും കാലം നിൽക്കുന്ന പ്രോപ്പർട്ടീസ് ഉള്ളതുകൂടി വേണം വാങ്ങിക്കാൻ. ഓക്കെ, അപ്പോൾ മെഡിക്കൽ ആപ്ലിക്കേഷൻ മെയിനായിട്ട് നമ്മൾ വരുന്നത്, നമുക്ക് ഡെൻ്റൽ ആപ്ലിക്കേഷൻസിൽ യൂസ് ചെയ്യുന്നുണ്ട്. ടിഷ്യൂ ഇപ്പം നമ്മളുടെ ഈ ഗമ്മ്, അതായത് നമ്മളുടെ ഊന് ദ്രവിച്ചു പോവുക, ഊന് പഴുപ്പ് വരുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യണം, ആ ഊനിൻ്റെ ആ ഭാഗം കട്ട് ചെയ്തിട്ട് അവിടെ നമുക്ക് പുതിയൊരു ടിഷ്യൂവിനെ വളർത്തിയെടുക്കണം. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ കേസിൽ അവിടെ നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു വയേർഡ് ഫില്ലറായിട്ട്, ആ പല്ല് പോയ ഭാഗത്തേക്കുള്ള ഒരു ഫില്ലറായിട്ട് നമുക്ക് എന്തിനു യൂസ് ചെയ്യാം, ബയോഡിഗ്രേഡബിൾ പോളിമറിനെ യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ കാർഡിയോവാസ്കുലർ സ്റ്റെൻറ്റിന് യൂസ് ചെയ്യുന്നുണ്ട്, ഇൻഡസ്ട്രിയൽ ആപ്ലിക്കേഷന് യൂസ് ചെയ്യുന്നുണ്ട്, ഡ്രഗ് ഡെലിവറി, ടിഷ്യൂ എഞ്ചിനീയറിംഗ്, പിന്നെ ഓർത്തോപീഡിക്കിലാണെങ്കിൽ പിന്ന്, റോഡ്, സ്ക്രൂ, ടാക്സ്, ലിഗമെൻറ്റ്സ് ഒക്കെ ഉണ്ടാക്കുന്നത് ഈ ബയോഡിഗ്രേഡബിൾ പോളിമർ വെച്ചിട്ടാണ്. പിന്നെ വൂണ്ട് മാനേജ്മെൻറ്റ്, ഇപ്പോൾ ഒരു മുറി പറ്റി കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്റ്റിച്ച് ഇടുന്നത്, സ്റ്റിച്ച് അലിഞ്ഞു പോകുന്ന ടൈപ്പ് സ്റ്റിച്ച് ഉണ്ട്. അപ്പോൾ അലിഞ്ഞു പോകുന്ന സ്റ്റിച്ചൊക്കെ എന്ന് പറയുന്നത് എന്താ, ബയോഡിഗ്രേഡബിൾ പോളിമറാണ്. ആ സ്റ്റിച്ച് അലിഞ്ഞു പോയി ബോഡിയിലേക്ക് ചേർന്ന് കഴിഞ്ഞാലും അവിടെ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും വരാൻ പോണില്ല. അതുപോലെ തന്നെ സ്റ്റാപ്പിൾസ്, ക്ലിപ്പ്, സർജിക്കൽ മെഷസ്, അഡിസീവ്സ് ഒക്കെ എന്താ ഈ ഒരു ബയോഡിഗ്രേഡബിൾ പോളിമേഴ്സിനെ വെച്ചിട്ടായിരിക്കും ഉണ്ടാക്കിയത്. അതായത് ഇപ്പോൾ നമുക്ക് ഒരു ബോണ് പൊട്ടിയിട്ടുണ്ടെന്ന് വിചാരിക്കാം, ആൻഡ് അത് കുറച്ച് കാലം കഴിഞ്ഞാൽ അത് പഴയ പോലെ ഹീൽ ചെയ്ത് വരും. അപ്പോൾ അതുവരെ നമുക്ക് എന്ത് ചെയ്യണം, ആ 2 ബോണിനെ പിടിച്ചു നിർത്താൻ എന്തെങ്കിലും ഒരു നെയിലോ പിന്നോ വേണമെന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പം അത് നമ്മൾ വെച്ച് കഴിഞ്ഞിട്ട് എന്താ, ആ പേഷ്യൻറ്റ് പുറത്തേക്ക് പോയിട്ട് ഇത് വൺസ് ഹീലായി കഴിഞ്ഞാൽ അതിനനുസരിച്ച് എന്ത് ചെയ്യും, നമ്മൾ വെച്ചിരിക്കുന്നത് എന്തിൻ്റെ ടൈപ്പ് ഓഫ് പിന്നാണ്, ബയോഡിഗ്രേഡബിൾ പോളിമർ വെച്ചുണ്ടാക്കിയിരിക്കുന്ന പിന്നായതുകൊണ്ട് ഇത് കുറച്ച് കഴിഞ്ഞാൽ തന്നെ അത് ഡീഗ്രേഡ് ചെയ്ത് പോയിക്കോളും. ഓക്കെ, അപ്പോൾ നമ്മളുടെ ജോയിൻറ്റിൻ്റെ പ്രശ്നം മാറി നമ്മൾ ഇംപ്ലാന്റ് ചെയ്തിരിക്കുന്ന ആ സ്ക്രൂ തന്നെ ഡീഗ്രേഡ് ചെയ്ത് ബോഡിയിലേക്ക് തന്നെ അലിഞ്ഞ് ചേർന്നിട്ടുണ്ടാകും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ബയോഡിഗ്രേഡബിൾ പോളിമറിൻ്റെ ആപ്ലിക്കേഷനായിട്ട് വരുന്നത്.